എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ട് പോയിട്ട് മറ്റേ പെണ്ണെ കൂടെ വിളിച്ചുകൊണ്ട് ഇവർ രണ്ടും പിന്നെ മിസ്സിങ് ആയി ഒരാൾ. അപ്പോൾ അങ്ങനെ പിടിച്ചോണ്ട് വന്നു. അവരെ കോഴിക്കോട് അപ്പുറത്ത് നിന്ന് പിടിച്ച്. കാശ് പറ്റിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വൈഫ് ഒരുപാട് പേര് ഇത് ഇന്നലെ ഞാൻ പറയുന്നത് കേട്ടോ. ഇത് അങ്ങനെ എന്നെ കൊണ്ട് എഴുതി പഠിപ്പിച്ച് ഹരിജൻ ഈ കൊച്ചിനെ ജാതിപ്പേര് വിളിച്ചെന്നും പറഞ്ഞ് അതും കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. അപ്പോൾ എന്നെ ഉള്ളിലാക്കാനുള്ള പരിപാടിയായിരുന്നു. നമസ്കാരം. പുരുഷന്മാരെ വഞ്ചിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. വഞ്ചിക്കുക മാത്രമല്ല, അവരെ പുരുഷന്മാരെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ നാട്ടുകാരെ കാശ് ഓടിച്ച് മാറ്റി ഇങ്ങനെ നാടുവിട്ട് പോകുന്ന ഒരുപാട് കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളോട് ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ വൈഫ് ഇതേപോലെ കുറേ കാശ് നാട്ടുകാരെ നടിച്ചുകൊണ്ട് പോയി. ഇപ്പം അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ കൂടെയുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരുപാട് ക്ലയൻസൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് ചേട്ടൻ്റെ മുഖം കാണിക്കാൻ കഴിയില്ല. ചേട്ടാ കാര്യം പറയാം, എന്താ സംഭവിച്ചത്? കാര്യമായി കഴിഞ്ഞ 10-ാം തീയതി അന്ന് എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ട് അവിടെ എൻ്റെ കടയിൽ നിന്ന് സ്റ്റാഫിനെയും കൂടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ആ പുള്ളിക്കാരെ കൊണ്ടുകൊടുത്തത് ഞാൻ ജാതി പേര് വിളിച്ച്. സ്വന്തം ഭാര്യയല്ല, അവിടുത്തെ സ്റ്റാഫ്. സ്വന്തം ഭാര്യയും ഈ സ്റ്റാഫും കൂടെയാണ് വന്നത്. അപ്പോൾ ഞാൻ പിണക്കമൊന്നും ഇല്ലായിരുന്നു. ഇവർ കുറച്ച് നാളത്തെ അകൽച്ചെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും കമ്പനി ആയായിരുന്നു. അപ്പോൾ ഈ കടയിലൊരു സ്റ്റാഫിനെ നിർത്തിയതിന് ശേഷം അതിൻ്റെ സ്വഭാവത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറക്കി വിടാനായിട്ട് പോയി. അപ്പോൾ ഇറക്കി വിടാൻ പോയപ്പോൾ ഇവൾ പറഞ്ഞു, ചേച്ചി പറഞ്ഞല്ല ഞാൻ പോകില്ല, ചേച്ചി പറയത്തുമില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര കണക്ഷൻ. അങ്ങനെ ഒരു ദിവസം കട ഒന്ന് പൂട്ടാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇവൾ സ്റ്റാഫ് അതിനകത്തിരുന്നിട്ട് പറഞ്ഞ് ഞാൻ ചേച്ചി വന്നാലേ പോകത്തുള്ളൂ. അവൾ കുറച്ച് കഴിഞ്ഞ് ആട്ടോയിൽ വന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങൾ, ഞാൻ കേസ് കൊടുക്കും. അങ്ങനെയാണ് ആ സ്റ്റാർട്ടിങ്. എൻ്റെ മോളൊരു ദിവസം പോയി കടയിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. ഇവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഭയങ്കര കമ്പനി, എന്തൊരു അറ്റാച്ച്മെൻറ്റെന്ന് അറിയത്തില്ല. അപ്പോൾ മോള് എന്ന് എനിക്കൊരു കാര്യം പറയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഇവളൂടെ കേൾക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് തുടക്കം. ഇവളൂടെ പറയാൻ പറ്റുന്ന കാര്യം, ഇവളെ കേൾക്കാൻ പറ്റിയ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോന്നാ പറഞ്ഞു മോള്. അങ്ങനെ മോളെന്തോന്നാ തർക്കുത്തരം പറഞ്ഞിട്ട് മോളെ അടിക്കാൻ പിടിച്ചു. അവൾ ഓടി വീട്ടിൽ വന്നു. കുറച്ച് ദൂരമുണ്ട് വീട്. അവൾ ഓടി വീട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് ഇവള് അതിൻ്റെ ബാക്കിൽ നിന്ന് വന്ന് കൊച്ചിനെ ആ വീടിന് ചുറ്റിട്ട് അടിച്ച് ഓടിച്ചിട്ട് അവൾ റൂമിൽ കയറിയപ്പോൾ അവളെ എടുത്തിട്ട് അടിച്ച് അങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഇതുകൊണ്ട് ഞാൻ അവളെ ചോദിച്ചപ്പോൾ എന്നെ അങ്ങ് ഹറാസ് ചെയ്തു. ഈ വല്ലാത്ത രീതിയിൽ എന്നെ സംസാരിച്ച് അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാക്കി. പിന്നെ അങ്ങോട്ട് എൻ്റെ വീട്ടിൽ നിൽക്കത്തില്ല. എൻ്റെ വീട്ടിൽ പറഞ്ഞ് അമ്മയും അച്ഛനും അവളെ ഇറക്കി വിട്ടെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി. അവിടെ വിഷയമാണെന്ന് പറഞ്ഞ് അവളെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അവിടെ പോയി നിന്നിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മൾ അവസാന നിമിഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീഡിയോ കോൾ ചെയ്യേക്കും രാത്രി അതിനു വേണ്ടിയാണ് പോയത്. കണക്ഷൻ അത് നമ്മൾ അറിയുന്നില്ല. ഇവന്മാരവിടെ കടയിൽ വെള്ളം മേടിക്കാനൊക്കെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരും. അപ്പം നമ്മൾ അറിയുന്നില്ലല്ലോ. എനിക്ക് വേറെ ഒരു ബിസിനസ് ഉണ്ട്. പിന്നെ ഈ കട ഇവളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ബംഗാളിയാണ് നേരത്തെ അവിടെ നിന്നത്. അവൻ നാട്ടിൽ പോയി, അവൻ്റെ വൈഫിന് സുഖമല്ല നാട്ടിൽ പോയി. അപ്പോൾ അതിന് പകരമാണ് ഈ ഒരു കൊച്ച് ഈ പഴയ കടയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സാലറി 6000 രൂപയ്ക്ക് നിൽക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ ആക്കുന്നത്. അവിടെ ആക്കി പിന്നെ ഭരണം മൊത്തം നമ്മളും കടയിൽ കയറാൻ പറ്റത്തില്ല. നമ്മളവിടെ നിൽക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥ. എന്നിട്ട് എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. അപ്പോൾ എനിക്ക് കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ കൊറോണ വന്നപ്പോൾ എനിക്ക് സൗണ്ട്സിൻ്റെ പരിപാടിയാണ്. അപ്പോൾ കൊറോണ വന്നപ്പോൾ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൊറട്ടോറിയം ഇതൊക്കെ കാരണം എൻ്റെ സിബിലിൽ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇവളെ അക്കൗണ്ടും കൂടെ ലിങ്ക് ചെയ്താണ് ഞാൻ വേറൊരു ലോണൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു സാമ്പത്തിക ബാധി എന്നെ മാറ്റണം, അത് എൻ്റെ ഇതിലല്ലെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി വെപ്പിച്ചു. അല്ല വേറെ ചിട്ടിയും വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാശ് പറ്റിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വൈഫ് ഒരുപാട് പേര് ഇത് ഇന്നലെ ഞാൻ പറയുന്നത് കേട്ടോ. ഇത് അങ്ങനെ എന്നെ കൊണ്ട് എഴുതി പഠിപ്പിച്ച് ഹരിജൻ ഈ കൊച്ചിനെ ജാതിപ്പേര് വിളിച്ചെന്നും പറഞ്ഞ് അതും കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. അപ്പോൾ എന്നെ ഉള്ളിലാക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവസാനമായപ്പോൾ ഇവരെ അമ്മയും സഹോദരനും ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവർ വന്ന് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ അകത്തായാലും. അവർ വന്ന് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അവരെയും കൂടെ അവൾ അമ്മയെ പറയണം അവരും ജാതിപ്പേര് പറഞ്ഞെന്നും പറഞ്ഞാണ് ഇവൾ അവരെയും കൂടെ കൊടുക്കാൻ നോക്കി. എന്നിട്ട് ലാസ്റ്റ് അവിടെ എഴുതി വെച്ച് ഞാൻ പോവുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണം, ഞാൻ വേറെ വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോയി ഞാൻ ജീവിച്ചോളാം, എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ട് പോയിട്ട് മറ്റേ പെണ്ണെ കൂടെ വിളിച്ചുകൊണ്ട് ഇവർ രണ്ടും പിന്നെ മിസ്സിങ് ആയി. എൻ്റെ മോനെ കൊണ്ടുപോയി. മോളെ വിളിച്ച് അവൾ പോയില്ല. മോളെ ഇതിനു മുമ്പേ അങ്ങ് വീട്ടിൽ വിളിച്ചാണ്, അവൾ പോയില്ല. അവൾ പോയി വീട്ടിൽ വന്ന് നിന്നു. അവളുടെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ അവനെ കൊണ്ടുപോയി ഇവർ മുങ്ങി. ഇവളും കൊച്ചും മറ്റേ സ്റ്റാഫും കൊച്ചും കൂടെ അവിടെ മുങ്ങി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് അന്ന് എവിടെയെങ്കിലും ഒരു പിണക്കം, സാധാരണ പിണക്കം മാറി നിന്ന് അല്ലെങ്കിൽ എന്തിനും പിറ്റേന്ന് വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒപ്പിട്ട് കൊടുത്തതല്ല.
ഈ ലോണിൻ്റെ കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് സ്വിച്ച് ഓഫ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇനി ആ പൈസ ഇല്ലായിരിക്കണം ഞാൻ റീചാർജ് ചെയ്തു. 200 സംതിങ് രൂപയ്ക്ക് റീചാർജ് ചെയ്തു. റീചാർജ് സ്വിച്ച് ഓഫ്. എന്നിട്ട് ഞാൻ വിചാരിക്കും ഇനി അവളെ പൈസ ഇത്ര ഇതായിട്ട് എൻ്റെ കൊച്ചിൻ്റെ 2 കൊച്ചുങ്ങൾ തള്ളയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പൈസ എങ്ങനെ ഇല്ലാത്തതാണ് വിളിച്ച് ചോദിക്കാമെന്ന് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ പോയൊരു ആനന്ദം എന്ന് പറയുന്ന പയ്യൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു സൂക്ഷ്മ കട തുറന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ ഡൗട്ടില്ല. അപ്പം ഇല്ല ചോദിച്ചു, തുറക്കൂല. അവരിങ്ങനെ ഇത് ചെയ്ത് ചോദിക്കുന്ന കേട്ടപ്പോൾ ഞാൻ വേറൊരു സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തോന്ന് ചോദിച്ചു കാര്യമെന്ന് ചോദിച്ചു. അതിങ്ങനെ അവർ പോയിട്ടുണ്ട്. അപ്പോൾ ബിജു അവിടുത്തെ അവരെ ഓണർ പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴും അവന്മാർ ഇവിടെയാണ് വരുന്നത്, ഇവർക്ക് എന്തോന്ന് അവരിത് കിട്ടി, ഇന്ന സ്ഥലത്ത് ഇന്ന ആളും കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളാദ്യം വിശ്വസിക്കുന്നത്. പിന്നെ ഇങ്ങനെ ആളുള്ളവരെന്ന് പറഞ്ഞാൽ 3 ആളുണ്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ 10 ദിവസമായി. അപ്പോൾ പോലീസ് ആദ്യമേ വലിയ ഇതൊന്നും കാണിച്ചില്ല. പിന്നെ അവസാനം അവർ നല്ല ഇതിലായി. കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ അവർ ഇന്നലെ എനിക്കെതിരെയാണ് സംസാരിച്ചത് ഒരാൾ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു, പിടിച്ചോണ്ട് വന്നു. അവരെ കോഴിക്കോട് അപ്പുറത്ത് നിന്ന് പിടിച്ച്. അപ്പോൾ നമ്മൾ പാർട്ടിപരമായിട്ടൊക്കെ ഇടപെട്ട് ഇങ്ങനെ MLA വിളിച്ച് അങ്ങനെ അവരിന്ന് പിടിച്ചോണ്ട് വന്ന് ഇവിടെ വന്നു അവരകത്ത് കയറ്റി. അപ്പം ഈ ചിട്ടിക്കാർ ഒരുപാട് ആൾക്കാർ വന്നു. അപ്പോൾ ഉടനെ പൈസ മേടിച്ചോണ്ട് വരുന്നുണ്ട്, ഗോൾഡ് മേടിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു, അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് പോയത്, ഞാൻ ഒപ്പിട്ട്. ഈ പോലീസ് പെട്ടെന്ന് നമ്മളെ കൊണ്ട് നമ്മളെ ഒരു ഇത് ആവാതിരിക്കാനല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് നമ്മളിതെല്ലാം കൂടെ ഇങ്ങനെ ചെയ്തു കൊടുത്തു. അത് ഈ ചിട്ടിയും ബാക്കി സ്വർണത്തിൻ്റെ കേസൊന്നും അതിലില്ല. എൻ്റെ അടുത്ത് ഈ ലോണിൻ്റെതും അങ്ങനെയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക കാര്യമെന്ന് പറഞ്ഞാണ് ഇത് ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നീയും ഈ അവന്മാരുമായിട്ട് ഞാൻ കള്ളു കുടിക്കത്തില്ല, ഈ പോയവന്മാരും നീയും കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് കള്ളു കുടിക്കുമായിരുന്ന ഒരു പോലീസുകാരൻ ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് എന്നെ അറിയാം, ഞാൻ അവിടെ ഇത് നടത്തി എന്നെ ഒരുവിധപ്പെട്ട എല്ലാവരും അവരെല്ലാം അങ്ങനെയുള്ള ഒരാളല്ല, അവരെല്ലാവരും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, നീ വേറൊരു എൻ്റെ സ്റ്റാഫുണ്ട്, നീ ജോബിനുമായിട്ടാണ് കള്ളു കുടിക്കുന്നത്. പോലീസുകാരൻ പറഞ്ഞു, നീ 11 മണിക്ക് ശേഷമാണ് കള്ളു കുടിക്കുന്നത്. ഇത് ഇവർ തമ്മിൽ എന്തോന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അവിടെ പോലീസുകാരെ. ഇവർ മണ്ണ് മാഫി അങ്ങനെ സെറ്റപ്പിൽ നടക്കുന്നവരാണ് ഈ പോയ പയ്യന്മാർ. അവന്മാർക്ക് അങ്ങനെ ഈ കൊച്ചുങ്ങൾ ഉൾപ്പെടെ 6 പേര് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഇവർ വിളിച്ചപ്പോൾ 3 വേറെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത്. ലാസ്റ്റ് പിടിച്ചപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. അതിൻ്റെ ഫോട്ടോയും എൻ്റെ കിടക്കും. എന്നിട്ട് ഇവർ 3 നിന്നൊക്കെ പോയി, കോഴിക്കോട് നിന്നാണ് പിടിച്ചത്. കറങ്ങാൻ വേണ്ടി പോയി. ഇപ്പോൾ പറയുന്നത് എല്ലാം ഞാനാണ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഒരു കുന്നമംഗലത്തു നിന്നാണ് ഇവരെ പിടിച്ചത്. എന്നിട്ട് ഇപ്പോൾ ചെന്ന് സ്വർണത്തിൻ്റെ ചോദിച്ചപ്പോൾ ഇവൻ കയറി പറയുന്നു, അത് അവളല്ല മേടിച്ചത്, ഹസ്ബൻഡാണ് മേടിച്ചത്, എനിക്കറിയാം. ഏത് ഈ കൂടെ പോയപ്പോൾ പറയുന്നു അവനറിയാം, ഞാനാണ് മേടിച്ചത്. അപ്പോൾ അവനെല്ലാ കാര്യം അറിയാമായിരുന്നു, അവരൊന്ന് മേടിക്കുന്നത് എല്ലാ കാര്യവും അവനറിയാമായിരുന്നു. ശരി, ഏതായാലും വഞ്ചിക്കപ്പെട്ട ഒരു ചേട്ടനാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഞങ്ങൾ എന്തായാലും ഈ കാശ് പെട്ടിച്ച ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അത് അടുത്ത സ്റ്റോറിയിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ചേട്ടാ ഇപ്പം നിയമ നടപടിയിൽ മുന്നോട്ട് പോവുകയാണല്ലേ? ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജാമ്യത്തിൽ വിട്ടോ അവരെ? ഇല്ല, വിട്ടില്ല. ഇപ്പോൾ എനിക്ക് കോടതി പോകാനായിട്ട് നിൽക്കുന്നത്. ഏതെല്ലാം തുടർ നടപടികൾ കോടതിയും പോലീസൊക്കെ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ കൊച്ചിന് അതിന് പാടാണ് കിട്ടുന്ന, അവരെ രീതികളെ കണ്ടിട്ട് പാടാണ്. പിന്നെ ഈ ഇവരെ കേസുകളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ പേരും പറഞ്ഞ് ചിലർ എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ചിലർ ഇത് കൊടുത്തത്. അങ്ങനെയുള്ള ഞാൻ അറിയാതെ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് പൈസ മേടിച്ച് 70,000 രൂപ മേടിച്ചിട്ട് പറഞ്ഞാൽ അവളെ അമ്മയ്ക്ക് ലോൺ അടയ്ക്കാനാണ് ജപ്തിയായി കിടക്കുന്നത്. പുള്ളി എന്നെ വിളിച്ചതുമില്ല. അവിടെ കടയിൽ ചെല്ലുന്നത് നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ സാധനങ്ങൾ സപ്ലൈ അത് സാധനങ്ങളൊക്കെ നമുക്ക് സപ്ലൈ ഉണ്ട്, മിൽമയുടെ ഏജൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധനം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഇവൾ ചിലപ്പോൾ കൊണ്ടു കൊടുക്കും. നമ്മൾ അങ്ങനെ ഒരു ഇതില്ലേ, നല്ല ഇതിലായിരുന്നു, അറിയാൻ പറ്റും ഇവൾ അങ്ങനെ ചതിച്ചതാണ്. അത്രയും വിശ്വാസത്തോടെ നിന്നതാണ് നമ്മൾ. നിങ്ങളെന്നുള്ളതില്ലായിരുന്നു. എന്തായാലും ചേട്ടൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മായിൽ വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.